ഒരു ജീവപര്യന്തം തരപ്പെട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ 32 ലക്ഷം രൂപയായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. ജയിൽ പുള്ളികളുടെ വേതന നിരക്ക് 10 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്കില്ലും ഇല്ലാത്ത ഒരു ജയിൽ പുള്ളിക്ക് 530 രൂപയാണ് കൂലി. അയാൾ 26 ദിവസം അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ലീവും വെച്ചിട്ട് 13,780 രൂപ അയാൾക്ക് ഒരു മാസം സമ്പാദിക്കാൻ പറ്റും. അതിൽ നിന്ന് 50% അയാൾക്ക് പുറത്തേക്ക് അയക്കേണ്ടതാണ്. 25% റിട്ടൻഷനും 25% ക്യാൻറ്റീൻ പർച്ചേസും ആണ്. ഇയാൾ ക്യാൻറ്റീൻ പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ അത് റിട്ടൻഷനിലേക്ക് പോകും. 50% റിട്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,890 രൂപ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്ടൻഷൻ ഉണ്ടാവും. 6,890 പുറത്തയക്കാൻ പറ്റും. ഇയാൾ ഈ ഒരു 6,890 ഒരു SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ആവറേജ് റേറ്റ് എന്നൊക്കെ പറയുന്നത് 12% ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 1% റിട്ടേൺ അതിന്റെ മേലെ കിട്ടും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 22 ലാക്ക് അയാൾക്ക് എന്ത് ചെയ്യാം? ഈ 12 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. അതേപോലെ തന്നെ റിട്ടൻഷന്റെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 10 ലക്ഷം രൂപയും വരും. അങ്ങനെ വരുമ്പോൾ 32 ലക്ഷം രൂപയാണ് ഒരാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ എന്നുള്ളത് ഗവൺമെന്റ് കൺസിഡർ ചെയ്യുക. ഒരു ആശാ വർക്കറുടെ മിനിമം ഹോണറേറിയം എന്ന് പറയുന്നത് 250 അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ 350 അങ്ങാനാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനങ്ങൾ മാത്രമേ വാഗ്ദാനം ചെയ്യുന്നുള്ളൂ. പുറത്തുള്ള ആളുകൾ EMI ആയിട്ട് മല്ലിടുമ്പോൾ ഉള്ളിലുള്ള ആള് SIP ഇട്ടിട്ട് സമ്പാദിക്കുന്നത്.